നല്ലത് വരുത്തണേ. കൃഷ്ണ 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 അത് നമുക്ക് അവിടുന്ന് വാങ്ങിക്കാം. അമ്മേ, ശ്രീകുട്ടി മോൾക്കുള്ള ഓണക്കോടിയാ. ഓ കൊള്ളല്ലേ? ശ്രീകുട്ടി, മുത്തശ്ശി, ഇതാ മോളുടെ ഓണക്കോടി. ഹാപ്പി ഓണം മുത്തശ്ശി. ഹാപ്പി ഓണം മോളെ. അപ്പൊ നമുക്ക് ഇവർക്കുള്ള ഓണക്കോടി കൊടുക്കാം. ഇങ്ങ് വന്നേടി മുത്തേ. ആദ്യം ആദിക്കും അമൃതയ്ക്കും കൊടുക്കാം. ഹാപ്പി ഓണം അച്ഛാ. ഹാപ്പി ഓണം മക്കളെ. ഹാപ്പി ഓണം അച്ഛാ. ഹാപ്പി ഓണം. ഹാപ്പി ഓണം അമ്മേ. ഇനി ആക്കി ഈ ശ്യാമേ. അകിക്കും ശ്യാമയ്ക്കുള്ള ഓണക്കോടി. താങ്ക് യു സർ. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം മക്കളെ. ഹാപ്പി ഓണം. അനന്തേട്ടാ, ഈ ഓണം സന്തോഷമുള്ളതായിരിക്കട്ടെ. താങ്ക് യു. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഇനി എന്റെ പ്രിയതമയ്ക്ക് ഓണക്കോടി. ഹാപ്പി ഓണം. താങ്ക് യു. അമ്മേ, അമ്മേ ഞാൻ വൈകിപ്പോയി. ഓണക്കോടി എനിക്കും താമേ. അച്ഛാ, നല്ലൊരു ഓണായിട്ട് എനിക്ക് ഓണക്കോടി വാങ്ങിച്ചില്ലേ? അപ്പോ എന്നെ മറന്നില്ല. ആരും മറന്നിട്ടൊന്നുമില്ല. പിന്നൊരു കാര്യം പറയാം. വർഷത്തിൽ ഒരിക്കൽ മാത്രം വരുന്ന നല്ലൊരു സന്തോഷ ദിവസം ഇന്ന്. ഇന്നൊരു ദിവസമെങ്കിലും നീ മനസ്സൊന്ന് നേരെ വെക്കണം. വെറുതെ ഇവിടുത്തെ മറ്റുള്ളവരുടെ കൂടി സന്തോഷം കളയരുത്. അയ്യോ അമ്മേ, ഞാനൊരു പ്രശ്നം ഉണ്ടാക്കില്ല. നല്ലൊരു ഓണമല്ലേ, എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കണം. അത് പിന്നെ എനിക്കറിയില്ലേ. എന്നാൽ എല്ലാവരും പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് വരും. ഒരുമിച്ചിരുന്ന് സദ്യ ഉണ്ണണം. വാ. അല്ല, എല്ലാരും പോയാലോ? അല്ല, അരുണും അശ്വതി എവിടെ? ഇപ്പഴാ ഞാൻ ശ്രദ്ധിച്ചത്. അവരെവിടെയാന്നാ ചോദിച്ചത്. എന്റെ അമ്മ മുത്തശ്ശിക്ക് ഓണക്കോടി കൊടുക്കാൻ പോയതാ. അപ്പോ അരുണോ? അരുണങ്ങളും അമ്മയ്ക്കൊപ്പം പോയി. അത് ആരോട് ചോദിച്ചിട്ടാ അവരൊരുമിച്ച് പോയത്? ഇത് പറ്റില്ല, ഞാൻ സമ്മതിക്കില്ല. ഐശ്വര്യ, ഞാൻ മുമ്പേ പറഞ്ഞു ഓണമാണെന്ന് ആ സന്തോഷം കളയാൻ നിൽക്കരുതെന്ന്. ഇപ്പൊ എന്റെ സന്തോഷം കളഞ്ഞ് ആരും ഇവിടെ സന്തോഷിക്കണ്ട. ഇത് അരുണും അശ്വതിയും ടൂർ പോയതാ. ഇത് പ്രീ പ്ലാനിങ്ങാ. രണ്ടാളും മാത്രം അതാ ശ്രീകുട്ടിയെ കൊണ്ടുപോകാതിരുന്നത്. എനിക്കിപ്പൊ അറിയണം അവരെവിടെ പോയതാ. ഐശ്വര്യ, ദേ, വസു, നിന്നോട് ഞാൻ പറഞ്ഞതാ. നല്ലൊരു ഓണ ദിവസം. അല്ല പിന്നെ. താൻ വന്ന് വിട്ടേക്ക്. താൻ വന്നേ. ആദി ചെല്ല്. എല്ലാരും ചെല്ല്. വസു വരാനല്ലേ പറഞ്ഞ? വാ ചെല്ലമ്മേ. ആഹാ, നല്ല സ്റ്റൈലായിട്ടുണ്ടല്ലോ ചെക്കൻ. എന്നേക്കാൾ സ്റ്റൈലേ ഇപ്പൊ എന്റെ ഭാര്യയ്ക്കാ. ആ, അതങ്ങനെയാ. എന്റെ അഖിൽ സാറിന്റെ കുഞ്ഞല്ലേ എന്റെ വയറ്റിലുള്ളത്. അപ്പൊ അതിന്റെ ഗ്ലാമർ ആയിരിക്കും അല്ലേ? അതെ.
വസു, ഞാൻ ഒരു കാര്യം മറന്നു. വെയിറ്റ് ചെയ്യേ. എന്താ? തിരിഞ്ഞേക്ക്. തിരിയേ. എന്റെ സുന്ദരി പെണ്ണൊന്ന് തിരിഞ്ഞു നിക്ക്. തിരിഞ്ഞു നിക്കെന്ന്. പെണ്ണേ കണ്ണിൻ തുമ്പത്തെന്തേ എന്തോ തേടിപ്പോകുന്നെന്തേ ഉള്ളം താനെ പാടുന്നെന്തേ മെല്ലെ മെല്ലെ മൂളുന്നെന്തേ മണിമുകിലു വരയണമാ. ഇപ്പോഴാണ് എന്റെ മോളുടെ അമ്മ കൂടുതൽ സ്റ്റൈലായത്. മഴവിരലു തഴുകിയ വീണയിൽ ഉണരുമീണം നീ. മുല്ലേ മുല്ലേ ഉള്ളിനുള്ളിൽ എല്ലാമെല്ലാം നീയേ നീയേ. ദൂരെ ദൂരെ നീലാകാശം മണ്ണിൽ ചായും തീരം നീയേ. മറഞ്ഞു നിന്നെ നിഴലിനതിരിലായി മൊഴിയാലെ നിന്നെ അറിയവേ. തിരുവാവണിരാവ് മനസ്സാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. തിരുവാവണിരാവ് മനസ്സാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കുയിലേ മാവേലി തമ്പ്രാന്റെ വരവായാ ചൊല്ല്. എല്ലാരും വിളമ്പിക്കഴിഞ്ഞല്ലോ, ഇനി നമുക്ക് സദ്യ കഴിക്കാം. എനിക്ക് സദ്യ മുത്തശ്ശി തന്നാ മതി. ആഹാ, തരാലോ. ആ, ഇനി എനിക്ക് മുത്തശ്ശൻ സദ്യ തരണം. തരാലോ. ആ, ആ, ആ. ഓ, ഒരില്ലാത്ത മോള് എല്ലാരും ഈ പെണ്ണിനെ കൊഞ്ചിച്ച് വഷളാക്കുക. അല്ല, ഇനി പായസം കൂടിയുണ്ട്. വെറുതെ ഷുഗർ വരാനൊരു പായസം. എനിക്ക് ഈ സദ്യ കഴിച്ചതോടെ മതിയായി, തൃപ്തിയായി. ഇതും ഇതിനപ്പുറവും നമ്മൾ പ്രതീക്ഷിച്ചല്ലേ. അതാരും കാര്യമാക്കണ്ട. ഓണസദ്യ ആസ്വദിച്ച് കഴിച്ചിട്ട് എല്ലാവരും എഴുന്നേറ്റാ മതി. അല്ല, ശ്യാമ സ്പെഷ്യൽ പായസം എവിടെ? വേണം, ഞാൻ വിളമ്പാം. അതില് കുറച്ച് ഇങ്ങോട്ട് വിളമ്പേ. ഓ, കഴിക്കും. അമൃതയ്ക്ക് പായസം. കുറച്ച്. ഇതിപ്പോ രണ്ടാമത്തെ സ്റ്റെപ്പാ. ആ, കഴിക്കും. ഓരോന്നും ഐശ്വര്യ ഇങ്ങ് വരട്ടെ, ഇന്ന് ശരിയാക്കി കൊടുക്കും ഞാൻ. ആ, അത്രയ്ക്കായോ? അമ്മ, അമ്മ, എന്തേലും തരണേ അമ്മ, വിശക്കുന്നമ്മ.
അമ്മ നല്ല വിശപ്പമ്മ, ദേഹം തളരുന്നമ്മ. ആരുടെ നിന്റെ അമ്മ? എന്നെ മേഡം എന്ന് വിളിക്കടാ. മേഡം വിശക്കുന്നു മേഡം, നീ എവിടുന്നാ? വിശക്കുന്നു. വിശക്കാൻ ഇതെന്താ ഹോട്ടലോ? എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോടാ. നല്ലൊരു ഓണമല്ലേ മേഡം, എന്തെങ്കിലും കഴിക്കാൻ തരണേ. പോടാ, ഗേറ്റിന് പുറത്തു പോടാ. ഗേറ്റിന് വെളിയിൽ പോവാൻ. എന്താ? എന്തു പറ്റി? വിശക്കുന്നു, എന്തെങ്കിലും കഴിക്കാൻ തരണേ. വിശക്കുന്നോ? വാ, അകത്തേക്ക് വാ. എവിടേക്കാ? എടുത്തി ഒന്ന് മാറി നിന്നേ. ഇതൊരു പാവം കുട്ടിയല്ലേ, ഓണായിട്ട് വിശന്ന് വന്നിരിക്കുക. കുറച്ച് സദ്യ കഴിക്കട്ടെ. ഇതിന്റെ അകത്ത് പറ്റില്ല. വേണമെങ്കിൽ മുറ്റത്തെങ്ങനെ ഇലയിട്ട് വിളമ്പി കൊടുക്ക്. അതെന്താ അകത്തിരുന്ന് കഴിച്ചാല്? അയ്യേ, ഇവനോ? അതൊന്നും പറ്റില്ല. അകത്തൊക്കെ വൃത്തികേടാവും. പിന്നെ മനുഷ്യർക്ക് അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ളതാ. ഓക്കെ, അങ്ങനെ ആയിക്കോട്ടെ. തൽക്കാലം ഒന്ന് മാറി നിൽക്കേ. ഇപ്പൊ ഈ കുട്ടി അകത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്നുള്ളൂ. ഞാൻ തടയും. എന്നാ അതൊന്ന് കാണണമല്ലോ. മോനെ, മോൻ വാ, അകത്ത് വാ. വാ, ആരും തടയില്ല, ഞാനല്ലേ പറയുന്ന. വാ. ശ്യാമേ, ഇവനെ അകത്ത് കയറ്റി ഇരുത്തരുത്, പ്രശ്നാവും. ഒരു പ്രശ്നവുമില്ല മോനെ, വാ വാ. ഓ, സ്വന്തം ആളുകളെ കണ്ടപ്പോഴുള്ള സ്നേഹം കണ്ടില്ലേ? പച്ചക്കറി നടത്തി നടന്നതല്ലേ? തെണ്ടി നടക്കുന്ന ഇവരൊക്കെ തന്നെയാ കൂട്ട്. കഷ്ടം. ഇത് ഉണ്ണിക്കണ്ണന് നിവേദിച്ച ഉണ്ണിയപ്പ. കഴിക്ക്. ഉണ്ണിയപ്പം എനിക്ക് വലിയ ഇഷ്ടാ. ആഹാ, എന്നെടുത്ത് കഴിച്ചോ. എല്ലാം എനിക്കാണോ? ആ അതെ, മുഴുവനും കഴിച്ചോ. എവിടുന്നോ വലിഞ്ഞു കയറി വന്നൊരു തെണ്ടി ചെക്കനെ ഉണ്ണിയപ്പം കൊടുത്ത് ഊട്ടുന്ന കണ്ടില്ലേ? എനിക്കിപ്പൊ ഇവിടെ അത്ര ഗ്രിപ്പില്ല. ഇല്ലായിരുന്നെങ്കിൽ ഇവനും ഇവന്റെ സദ്യയൊക്കെ ഇപ്പൊ മുറ്റത്ത് കിടന്നേനെ. ഇവർക്കെന്നെ ഒട്ടും പിടിക്കുന്നില്ല. ആ വരട്ടെ, നമുക്ക് നോക്കാം. ഞാനുണ്ടാക്കിയ പായസം ഉണ്ട്, എടുക്കട്ടെ? വേണ്ട, എനിക്ക് ഉണ്ണിയപ്പം മതി ശ്യാമേച്ചി. അല്ല, നീ എങ്ങനെ എന്റെ പേരറിഞ്ഞേ? ശ്യാമേച്ചിന്ന് വിളിച്ചു? അത് ആ മേഡം വിളിക്കുന്ന കേട്ടു, അതാ. ഓ, ഞാൻ അതോർത്തില്ല. നല്ല ഉണ്ണിയപ്പം, മനസ്സ് നിറഞ്ഞ ശ്യാമേച്ചി. ഞാനിപ്പോ വരാവേ. ഈ ഓണക്കോടി കൂടി ഇരിക്കട്ടെ. നിന്റെ പാകത്തിനുള്ള പുതിയ ഷർട്ടൊന്നും ഇവിടെ ഇരിപ്പില്ല, അതുകൊണ്ടാ. ദാ, ഇത് മതി. ഈ ഓണം കേമമായി, എനിക്ക് സന്തോഷമായി. അല്ല, ഇതുവരെ ഞാൻ നിന്റെ പേര് ചോദിച്ചില്ലല്ലോ. എന്റെ പേര് കണ്ണൻ എന്നാ. കണ്ണനോ? ആ, നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട്. കണ്ണൻ, കണ്ണൻ എന്ന എന്റെ പേര്. കണ്ണൻ. കണ്ണാ, കണ്ണാ, ഇത്ര പെട്ടെന്ന് പോയോ? ഉണ്ണിയപ്പം ഇത് എപ്പോഴാ കണ്ണനെടുത്ത്? ഞാൻ കണ്ടില്ലല്ലോ. എന്റെ കണ്ണാ, അത് നീയായിരുന്നോ? എന്തിനാ നീ നിന്റെ ശ്യാമ ഇങ്ങനെ വട്ടം ചുറ്റിക്കുന്നത്? നിന്റെ മായകളെ ഇതെല്ലാം അല്ലേ? അവളെ പായസം കുടിച്ച് വയറ് നിറഞ്ഞു. മോക്കോ ഇഷ്ടപ്പെട്ടോ പായസം? ആ, ഇങ്ങ് വന്നേ. അതെ, ഓണക്കോടി കൊടുത്തു, സദ്യയും കഴിഞ്ഞു. ഇനി എന്താ പ്ലാൻ?
അത് സീക്രട്ടാ. ശ്യാമേച്ചിക്ക് എനിക്ക് മാത്രമേ അറിയൂ. ഓഹോ, ആഹാ. സീക്രട്ടോ? എന്താന്ന് പറഞ്ഞേക്ക്, പറ മോളെ. അത് പറയില്ല. അപ്പൊ നിങ്ങൾ അറിഞ്ഞാ മതി. കൈകൊട്ടുകളി അല്ല, എന്നാ പന്തുകളി? അതുമല്ല, എന്നാ തുമ്പിതുള്ളൽ? അതുമല്ല. ആ കണ്ണ് കെട്ടി കലവടയ്ക്കും. അത് പ്ലാനിങ്ങിലുണ്ട്. അത് ലാസ്റ്റ്. പിന്നെ എന്താന്ന് പറ മോളെ. ശ്യാമേച്ചി, ഉം, ഇനിയുള്ള നമ്മുടെ സ്പെഷ്യൽ പറയട്ടെ? പറഞ്ഞോ. എന്നാ എല്ലാവരും കേട്ടോ. നമ്മൾ എല്ലാവരും ഊഞ്ഞാലാടാൻ പോവാ. ആഹാ. അപ്പോ മോക്ക് മുത്തശ്ശിയോടാ സ്നേഹ കൂടുതൽ എന്ന് പറയുന്നേ വെറുതെ അല്ലേ? ഈ ഐഡിയ ഇതുവരെ എന്നോട് പറഞ്ഞില്ലല്ലോ. അത് ശ്യാമേച്ചി ഞാനും സർപ്രൈസ് ആക്കി വെച്ചിരുന്നതാ. അതാ പറയാത്തെ. അല്ലാതെ സ്നേഹം ഇല്ലാഞ്ഞിട്ടൊന്നും അല്ലല്ലേ? ഉംഹും, അല്ല. അതിന് പകരം ഒരു സ്പെഷ്യൽ ഉമ്മ ഞാൻ മുത്തശ്ശിക്ക് തരുന്നുണ്ട്. ആഹാ, എന്നാ അത് ഇപ്പത്താ മോളെ. ഉമ്മ. അപ്പൊ അമ്മയ്ക്ക് ഓണ സ്പെഷ്യൽ ഉമ്മ കിട്ടിയല്ലോ. അപ്പൊ പിന്നെ നമുക്ക് ഊഞ്ഞാലിന്റെ അടുത്തേക്ക് പോയാലോ? അല്ല, അതിന് ഊഞ്ഞാല് കെട്ടിയോ? എല്ലാം സെറ്റാണ്. ഇനി ഊഞ്ഞാൽ ആടിയാലും കൂടെ മതി. ഞാൻ പറഞ്ഞ ക്യാഷിൽ കൂടുതൽ തന്നിട്ടുണ്ട്. ഊഞ്ഞാലിന്റെ കയറ് ശരിക്ക് വെട്ടിമുറിച്ച് വെച്ചിട്ടുണ്ടല്ലോ. അതെ മാഡം, നോക്കിയാൽ കണ്ടുപിടിക്കാൻ പറ്റില്ല. ആള് കയറിയിരുന്ന് നടുമ്പോ ഊഞ്ഞാല് തറയിൽ പൊട്ടി വീഴും. ആ രീതിയിലാണ് ഊഞ്ഞാലിന്റെ കയറ് മുറിച്ചു വെച്ചിരിക്കുന്നത്. ശരി, താൻ പൊക്കോ. ബാക്കി കാര്യം ഞാൻ ഏറ്റു. ശരി മാഡം. ശ്യാമയും ശ്രീകുട്ടിയും ഇന്ന് തീരുമാനമാവും. ആ ആ. ആദ്യം ശ്രീകുട്ടി ആടുന്നെ. ആദ്യം ഞാൻ കയറാം. നന്നായിട്ട് പിടിച്ചിരുന്നോ ആണ്ടട്ടെ? ആട്ടിക്കോ, സ്പീഡിൽ ആട്ടുന്നേ. ഉം. ഇനി ശ്യാമേച്ചി ഇങ്ങോട്ട് കേറ്. അയ്യോ അയ്യോ, ഞാനോ? ചെല്ല്. ഞാൻ പിന്നെ ഇരിക്കാം. അതെ, ശ്യാമയും കൂടെ ഊഞ്ഞാലാട്. ചെല്ല് ശ്യാമേ. ആ, ചെല്ല്. ഞാൻ പറഞ്ഞ ക്യാഷിൽ കൂടുതൽ തന്നിട്ടുണ്ട്. ഊഞ്ഞാലിന്റെ കയറ് ശരിക്ക് വെട്ടിമുറിച്ച് വെച്ചിട്ടുണ്ടല്ലോ. അതെ മാഡം, നോക്കിയാൽ കണ്ടുപിടിക്കാൻ പറ്റില്ല. ആള് കയറിയിരുന്ന് നടുമ്പോ ഊഞ്ഞാല് തറയിൽ പൊട്ടി വീഴും. ശ്യാമയും ശ്രീകുട്ടി ഇപ്പൊ കയറ് പൊട്ടും, നോക്കിക്കോ. ഇതെന്താ കയറ് പൊട്ടാത്തെ? അയാൾ എന്നെ പറ്റിച്ചെന്ന് തോന്നുന്നു. ഐശ്വര്യ, നീ ഊഞ്ഞാലാടുന്നില്ലേ? ഇല്ല. ഇനി നമുക്ക് കണ്ണ് കെട്ടി കളിക്കുന്ന സ്ഥലത്തേക്ക് പോവാ. എന്താ? ഞാൻ മാത്രം ഒരു സന്തോഷമില്ലാതെ ഇങ്ങനെ. അത് പറ്റില്ല. കയറൊരു പ്രശ്നമില്ലല്ലോ. എനിക്ക് ഊഞ്ഞാലാടണം. പോകാൻ വരട്ടെ, എനിക്ക് ആടണം. ആ, ചെല്ല്.
എന്റെ അമ്മേ. എന്റെ നടു. ആരെങ്കിലും ഒന്ന് പിടിക്ക്.